ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വീട്ടിലെ ചെറിയൊരു മാങ്ങ വിശേഷമായിട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം വീട്ടിലെ അധിക മൂച്ചികളും പൂക്കുകയും നന്നായി കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-12 മൂച്ചിയുണ്ട് വീട്ടിൽ. അപ്പോൾ ആ 10-12 മൂച്ചി ഇപ്രാവശ്യം നന്നായിട്ട് കഴിച്ചിണു. എല്ലാവരും എന്താ നോർമലി പറയാറ്, ഇപ്രാവശ്യം പൂ ഉണ്ടായതിൻ്റെ അത്രത്തോളം കായ ഇപ്രാവശ്യം ഉണ്ടായില്ല എന്നല്ലേ പറയല്. പക്ഷെ ഞങ്ങൾക്കത് നേരെ തിരിച്ചാണ് കേട്ടോ. പൂവിനേക്കാൾ കൂടുതൽ കായ ഉണ്ടായെന്ന് തോന്നുന്നു കേട്ടോ ഇപ്രാവശ്യം. 3 വെറൈറ്റി ഐറ്റം മാങ്ങകളായിട്ടുള്ള 12 മൂച്ചികളാണ് വീട്ടിലുള്ളത് കേട്ടോ. ആ 12 മൂച്ചിയിൽ ഇപ്രാവശ്യം നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഞാനും മാൾട്ടിയും കുഞ്ഞുട്ടിനും കൂടി അത് എല്ലാം കൂടി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ തോട്ടിയൊക്കെ ഉപയോഗിച്ച് പറിച്ചെടുത്തു കേട്ടോ. ആ പറിച്ചെടുത്തതിൽ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ ഇത്. അതായത് താഴെ ചാടിയതാണ് രണ്ടുമെങ്കിലും ആ ചാടിയയിൽ കുറച്ച് മൂത്തതുണ്ട്, കുറച്ച് മൂക്കാത്തതുണ്ട്. അപ്പോൾ മൂത്തത് നമുക്ക് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടും മൂക്കാത്ത നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അച്ചാറിനോ അല്ലെങ്കിൽ ഉപ്പിലിടാനൊക്കെ വേണ്ടിയിട്ടായിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ മാൾട്ടീൻ്റെ ഈ കയ്യിലുള്ളത് മൊത്തം താഴേക്ക് വീഴാതെ ഞങ്ങൾ കൈ കൊണ്ട് താഴ്ന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് വെക്കുന്നുണ്ട്. താഴേക്ക് വീണത് നമുക്കൊരു ചെമ്പിലാക്കിയിട്ട് എടുത്ത് വെക്കാം അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇത് എൻ്റെ പരിപാടിയാണ് കേട്ടോ. ആരും ഞാൻ ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇതേ ഈ ഒരേ പ്രോസസ്സ് ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ തന്നെ മാങ്ങ പറിക്കും, ഞാൻ തന്നെ അത് പഴുപ്പിക്കും, ഞാൻ തന്നെ അത് പഴുത്തെടുത്തതിന് ശേഷം എല്ലാവർക്കും അത് മുറിച്ച് വീതിച്ച് കൊടുക്കും. ഇത് എനിക്കൊരു സന്തോഷം, പ്രത്യേകിച്ചൊരു സന്തോഷം കിട്ടുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ളൊരു സാധനം, നമ്മളായിട്ട് ഉണ്ടാക്കിയൊരു സാധനം നമ്മൾ തന്നെ പറിച്ച് നമ്മൾ തന്നെ അറുത്ത് നമ്മൾ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണല്ലേ. അത് നിങ്ങൾക്കൊക്കെ സ്വയം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ കത്തിയടിക്കാൻ തോന്നും, പക്ഷേ ഇത് അനുഭവിച്ചവർക്ക് അറിയാം കേട്ടോ അതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനം നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഒരു സുഖമുണ്ട്. അതൊരു രസമാണ്. അപ്പം അങ്ങനെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് 2 ചെമ്പെടുത്ത് അതിൽ ഞാൻ എല്ലാം സെറ്റാക്കി റെഡിയാക്കി കേട്ടോ. ഇനി നമുക്കിത് കൊണ്ടുവയ്ക്കാം. ഞങ്ങളെ സ്റ്റോർ റൂമിലാണ് കേട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ വന്ന് തട്ടും മുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ സെറ്റാക്കിയിട്ട് ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.